ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നലെ അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ടായിരുന്നു. താളമേളം ഉച്ചസ്ഥായിയിലായപ്പോൾ കൊട്ടിക്കയറി ഒരു ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ 5 മണിക്ക് പൊടുന്നനെ എല്ലാം നിശ്ചലതയുടെ നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് മാറി. അരുവിക്കര ആർത്തിരമ്പി ആണ് അടങ്ങിത്തീർന്നത്. പിന്നെ അഗാധമായ നിശബ്ദതയാണ്. ആ നിശബ്ദതയാണ് ഇന്നിൻ്റെ മുഖമുദ്ര. നാളെ തെരഞ്ഞെടുപ്പാണ്. ആ വാർത്ത പത്രലോകം നമുക്ക് നന്നായി തന്നിരിക്കുന്നു. ഇതുവരെ അരുവിക്കര റിപ്പോർട്ട് ചെയ്യുന്നതിൽ മികവ് പുലർത്തിയിരിക്കുന്നു പത്രങ്ങൾ. ഇന്നും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. മാതൃഭൂമിയുടെ ആദ്യ വാർത്ത തന്നെ അതാണ്. ആർത്തിരമ്പി അരുവിക്കര. കൊടിമാറ്റവും വെടിക്കെട്ടും ചെണ്ടമേളവും ജനങ്ങളുടെ ആരവവും കൊണ്ട് അരുവിക്കര നിയമസഭാ നിയോജക മണ്ഡലം വ്യാഴാഴ്ച ചതുരശ്ര കിലോമീറ്ററുകൾ വിസ്തൃതിയുള്ള ഒരു പൂരപ്പറമ്പായി മാറി. തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ വിശദീകരിച്ചുകൊണ്ട് അരുവിക്കര എന്ന ചെറിയ പ്രദേശം, ആ മണ്ഡലം തന്നെ മൊത്തത്തിൽ പൂരപ്പറമ്പായി മാറി എന്ന് മാതൃഭൂമി നിരീക്ഷിക്കുമ്പോൾ ആ പൂരപ്പറമ്പിലെ അകക്കാഴ്ചകൾ മാതൃഭൂമി തരുന്നു. കാണുക. വിതുര പൊടിയക്കാല വനമേഖലയിൽ സന്ദർശനം പൂർത്തിയാക്കിയാണ് UDF സ്ഥാനാർത്ഥി കൊട്ടിക്കലാശത്തിന് ശബരിനാഥ് എത്തിയത്. VS അച്യുതാനന്ദനോടൊപ്പം റോഡ് ഷോ നടത്തിയ ശേഷമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി M വിജയകുമാർ ആര്യനാട്ടെത്തിയത്. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്കൊപ്പം തുറന്ന വാഹനത്തിലെത്തി BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ കൊട്ടിക്കലാശത്തിൽ പങ്കാളിയായി. അങ്ങനെ ഇപ്പോൾ ഭരിക്കുന്ന UDF 1, UDFനെ വെല്ലുവിളി ഉയർത്തുന്ന LDF 2, പിന്നെ BJP 3 എന്ന ക്രമത്തിൽ 3 സ്ഥാനാർത്ഥികളുടെയും ക്രമബദ്ധമായ ചിത്രം കൊട്ടിക്കലാശവുമായി ബന്ധിപ്പിച്ച് നമുക്ക് തന്നിരിക്കുന്നു മാതൃഭൂമി. ഇതേ വാർത്ത തന്നെ ജന്മഭൂമി എന്ന പത്രം നമുക്ക് തരുമ്പോൾ ആ വാർത്താ പ്രസൻറ്റേഷൻ്റെ, വാർത്താ അവതരണത്തിൻ്റെ വീക്ഷണകോണം, ആംഗിൾ അത് മാറുന്നത് കാണുന്നത് കൗതുകകരമായിരിക്കും. ജന്മഭൂമിയുടെ 1-ാം പേജിൽ ആ വാർത്ത ഇങ്ങനെ വായിക്കാം. അരുവിക്കര നാളെ വിധി എഴുതും. കണക്കെടുപ്പ് നടത്തിയപ്പോൾ ഇടതു വലത് മുന്നണികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അരുവിക്കര, വെള്ളനാട്, കുറ്റിച്ചൽ, ഉഴമലക്കൽ, തൊളിക്കോട്, വിതുര, പൂവച്ചൽ, ആര്യനാട് പഞ്ചായത്തുകളാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത്. പൂവച്ചൽ, വിതുര, ഉഴമലക്കൽ, വെള്ളനാട്, കുറ്റിച്ചൽ പഞ്ചായത്തുകളിൽ BJPക്ക് വ്യക്തമായ ആധിപത്യമുണ്ട്. തൊളിക്കോട്, ആര്യനാട് പഞ്ചായത്തുകളിൽ UDFനാണ് നേരിയ മുൻതൂക്കം. അരുവിക്കര പഞ്ചായത്തിൽ ഇരു മുന്നണികളും BJPയും ഒപ്പത്തിനൊപ്പമാണ്. കഴിഞ്ഞ തവണ 70.29% അരുവിക്കരയിലെ പോളിംഗ്. ആകെയുള്ള വോട്ടർമാരിൽ 92,535 സ്ത്രീകളും 86,688 പുരുഷന്മാരുമാണ്. ഇതിൽ 11,000-ഓളം പുതിയ വോട്ടർമാരുമുണ്ട് എന്ന നിലയ്ക്ക് ചിത്രം ജന്മഭൂമി തരുമ്പോൾ 1-ാം സ്ഥാനത്ത് BJP എത്തും എന്ന ശുഭപ്രതീക്ഷയും അതിന് തൊട്ടു താഴെ 2-ാം സ്ഥാനത്ത് UDF എത്തും എന്ന നിഗമനവും അതിനുശേഷം ആരുമില്ല എന്ന വിലയിരുത്തലും. LDFനെ കുറിച്ച്, അവരുടെ റോഡ് ഷോയെക്കുറിച്ചോ കൊട്ടിക്കലാശത്തെക്കുറിച്ചോ ഒന്നും ഒരു റെഫറൻസ് പോലും തന്നിട്ടില്ല. 1ഉം 2ഉം സ്ഥാനത്ത് കൃത്യമായും BJPയും UDFും വരും. അതായത് UDFനോട് ഒരാനുകൂല്യം കാണിച്ചിട്ടുണ്ട്, 2-ാം സ്ഥാനത്ത് എത്തും. ഇനി ജന്മഭൂമി അങ്ങനെ പറയുമ്പോൾ ആ വീക്ഷണം പങ്കുവയ്ക്കുന്ന മറ്റൊരു പത്രം കൂടിയുണ്ട് മലയാളത്തിൽ. മലയാള മനോരമയാണത്. കൗതുകകരമാണ്. ജന്മഭൂമിയും മനോരമയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ, 1ഉം 2ഉം സ്ഥാനങ്ങൾ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളായി നിന്ന് കളം നിറഞ്ഞാടുന്നത് കാണാൻ, ആ മയിൽപ്പീലി ആട്ടം കാണാൻ നല്ല കൗതുകമുണ്ട്. കാണുക. ആവേശക്കൊടുമുടിയിൽ കലാശക്കൊട്ട് എന്ന ശീർഷകത്തിലാണ് മലയാള മനോരമ പ്രാദേശികം പേജിൽ ആ കൊട്ടിക്കലാശ വാർത്ത തരുന്നത്. പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പരമാവധി മുന്നിലെത്താനുള്ള ശ്രമത്തിലായിരുന്നു അരുവിക്കരയിലെ പ്രധാന സ്ഥാനാർത്ഥികൾ 3 പേരും. വിതുര പഞ്ചായത്തിലെ ആദിവാസി മേഖലകളിലായിരുന്നു KS ശബരിനാഥിൻ്റെ ഇന്നലത്തെ പര്യടനം. ഉഴമലയ്ക്കൽ, ആര്യനാട്, പറണ്ടോട് പ്രദേശങ്ങളിൽ വോട്ടർമാരെ കണ്ട് വൈകിട്ട് കലാശക്കൊട്ടിനായി ആര്യനാട്ടെത്തി. പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ മണ്ഡലത്തിലുണ്ടായിരുന്നില്ല. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയായിരുന്നു ശബരിനാഥൻ.
ശബരിനാഥൻ്റെ കഥ പറഞ്ഞു. തൊട്ടുപിറകെ BJPയുടെ അവസാനഘട്ട പ്രചാരണം റോഡ് ഷോയിലൂടെയാണ് മുന്നേറിയത്. നടൻ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ആര്യനാട്ടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ O രാജഗോപാലിനുമൊപ്പം ഉണ്ടായിരുന്നു. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും BJPയുടെ റോഡ് ഷോ നാടിളക്കി. വൈകിട്ട് 4:30 ആര്യനാട്ടിലെ കലാശക്കൊട്ടിൽ O രാജഗോപാൽ തന്നെയായിരുന്നു താരം. O രാജഗോപാലിനെ ശബരിനാഥിനേക്കാൾ മികച്ച താരമായി, താരത്തിനൊപ്പം വന്ന ഒരു ഉപതാരമായതല്ല, മറിച്ച് പ്രമുഖ താരത്തിനൊപ്പം വന്ന ഉപതാരമായി സുരേഷ് ഗോപിയെ അവതരിപ്പിച്ച് സായുജ്യം കാണുന്നു. മലയാള മനോരമ എന്തുപറ്റി ഈ പത്രത്തിന് എന്ന് മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോകും. എന്താണ് ഈ പത്രത്തിൻ്റെ യഥാർത്ഥ നിറം, അഥവാ അനുനിമിഷം നിറം മാറുന്ന അതിൻ്റെ നിറക്കളി എന്നൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോകും ചിന്താബോധമുള്ള മലയാളി. മനോരമ മാത്രമല്ല, മനോരമയുടെ ഔരസപുത്രനെന്ന് വിശേഷിപ്പിക്കാവുന്ന, മനോരമയുടെ കുട്ടിക്കാലം തന്നെ പിന്നിട്ട്, അല്ലെങ്കിൽ ഏതോ നേതാവിൻ്റെ കുട്ടിക്കാലം മനോരമ രൂപപ്പെടുത്തിയോ അതേ നേതാവിനും മനോരമയുടെ തന്നെ അഭിപ്രായം. എന്തൊരു യോജിപ്പ് കാണുക. ഇടതുമുന്നണി 3-ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതമില്ല. മുഖ്യമന്ത്രിക്കാണ് അത്ഭുതമില്ലാത്തത്. അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും മലയാളി ചിന്തിക്കുന്നതല്ല. പക്ഷേ മുഖ്യമന്ത്രിക്കും മനോരമയ്ക്കും ഒരേപോലെ ചിന്തിക്കുന്നു, ഒരേ തൂവൽ പക്ഷികൾ എന്ന പോലെ ചിന്തിക്കുന്നു. കാണുക. അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 3-ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അത് അത്തരമൊരു നിലപാടിലേക്ക് എത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയാള മനോരമ വാർത്താ അവതരണത്തിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു രീതിയുണ്ടല്ലോ, കൗശലം, ആ കൗശലത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ത് എന്ന് വിളിച്ചോതുന്നു ഉമ്മൻചാണ്ടിയുടെ ആ പ്രസ്താവന. അതിനകത്ത് ഉമ്മൻചാണ്ടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. GKയുടെ G കാർത്തികേയൻ്റെ അകാല നിര്യാണത്തിൻ്റെ സഹതാപം പിടിച്ചുപറ്റി ഓട്ടായി മാറി ജയിച്ചു കയറാം അരുവി കരയിലേക്ക് എന്ന് കരുതിയാണ് ശബരിനാഥിനെ അവതരിപ്പിച്ചത്. എന്നാൽ അത് വലിയ തോതിൽ ഏറ്റതായി കാണുന്നില്ല. കാരണം അവിടെ മത്സരം രാഷ്ട്രീയമായി തന്നെ മാറ്റാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അടുത്ത സഹതാപം ഏത്? ഉമ്മൻചാണ്ടി ആ കൊമ്പിലും പിടിക്കുന്നു. അതിങ്ങനെ: AK ആൻ്റണി ആറാട്ടുമുണ്ടനാണെന്ന VS അച്യുതാനന്ദൻ്റെ പരാമർശം പ്രതിപക്ഷ നേതാവിൻ്റെ പദവിക്ക് ചേർന്നതല്ല, അരുവിക്കര അതിന് മറുപടി നൽകും എന്നാണ് ഉമ്മൻചാണ്ടി അതിൻ്റെ തൊട്ട് താഴെയായി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വെട്ടാൻ നിർത്തിയിരിക്കുന്ന ആടാണ് VS എന്നാണ് സുധീരൻ പറഞ്ഞത്. അതുപോലെ തന്നെ അഴിമതിയുടെ ഇറച്ചിക്കട, അവിടെ ഇറച്ചി വെട്ടുകാരനാണ് സുധീരൻ എന്ന് പ്രതിവചിക്കുകയും ചെയ്തു VS. തുടങ്ങി വെച്ചത് VM സുധീരൻ തന്നെയാണ്. VS അവസരവാദി, അധികാരമോഹി. AK ആൻ്റണി അങ്ങനെയാണ് പറഞ്ഞത് എങ്കിൽ അഴിമതിയുടെ ആറാട്ടിന് മുന്നിൽ വെളിച്ചം കാട്ടുന്ന ആറാട്ടുമുണ്ടനാണ് ആൻ്റണി. ഒരു രൂപസാദൃശ്യം ആൻ്റണിക്ക് വന്നു എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ ആ ഭാഷാ പ്രയോഗത്തിന് എന്ത് അപകടമാണുള്ളത് എന്നറിയില്ല. ആറാട്ടുമുണ്ടൻ ഒരു ചരിത്ര വസ്തുതയാണ്. ഇനി ഈ ചരിത്ര വസ്തുതയെ നീതീകരിക്കുന്ന എന്തെങ്കിലും AK ആൻ്റണി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതിയല്ലോ. AK ആൻ്റണി നമുക്കറിയാം, സോളാർ വിവാദം വരുന്ന കാലം, ഭൂമി തട്ടിപ്പുമായി വരുന്ന വിവാദം വരുന്ന കാലം, അതുപോലെ തന്നെ പിന്നീട് ബാർക്കോഴ വിവാദം വന്ന കാലം, ഇതൊക്കെ ഒന്നിനു പുറകെ ഒന്നായി മാസങ്ങളോളം ഇവിടെ അരങ്ങ് തകർത്ത് പത്രങ്ങളിൽ ആടിക്കൊണ്ടിരുന്നപ്പോൾ അഞ്ജനത്തിൽ ഉറങ്ങുകയായിരുന്നു മഹാനായ ഈ നേതാവ്. മഹത്തായ പരാജയത്തിന് ശേഷം പരിക്കുപറ്റി തിരിച്ചു വന്നതിന് ശേഷം സംഭവിച്ചത് അതാണ്. എവിടെയാ പഴയ ആൻ്റണി? എവിടെ ഇന്ദിരാഗാന്ധിക്കെതിരെ, അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഗർജിച്ച ആൻ്റണി എന്നൊന്നും ചോദിക്കരുത് അവസാന ഘട്ടത്തിലാണെങ്കിലും. ഏതായാലും ആൻ്റണി സുഖമായി ഉറങ്ങിക്കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരഭിപ്രായവും പറയുകയുണ്ടായില്ല. ഒടുവിൽ അദ്ദേഹം ഒന്നും മൊഴിഞ്ഞു. ആ വാമൊഴി ഇങ്ങനെയായിരുന്നു: കേരളത്തിൽ അഴിമതി കൊണ്ട് എങ്ങോട്ടും തിരിയാൻ കഴിയാതായിരിക്കുന്നു. ഉടനെ തന്നെ VD സതീശൻ MLAയും പ്രതാപൻ MLAയും ഒക്കെ അതിനെ പിന്തുണച്ചു വന്നു. എങ്കിലും ഉമ്മൻചാണ്ടിയുടെ അതീശാധികാരത്തിലുള്ള നിയമസഭാ കക്ഷിയുണ്ടല്ലോ കോൺഗ്രസിൻ്റെ, ആ 35 പേരിൽ 2-3 പേരൊഴിച്ച് 32 പേരും ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നു. AK ആൻ്റണിയുടെ ആദർശത്തിന് പിന്നിൽ ആരും നിന്നില്ല. ഇതിൽ നിരാശനായ AK ആൻ്റണി തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ വരാം? അദ്ദേഹം ഒരു വെടിപൊട്ടിച്ചു അരുവിക്കരയിൽ. ഉമ്മൻചാണ്ടിക്ക് +2 മാർക്ക് കൊടുക്കുന്നു വികസന രംഗത്ത്
ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെന്ന വിഡ്ഢിത്തവും വിളമ്പി ഈ ആറാട്ടുമുണ്ടെന്ന് വിശേഷിപ്പിച്ചയാൾ പഴയ നല്ല ചരിത്രമുള്ളയാൾ. അങ്ങനെ അദ്ദേഹം വിഡ്ഢിത്തവും വിളമ്പി ഒന്നാം സ്ഥാനത്താണ് കേരളം. ഏത് മാനദണ്ഡമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. +2 എന്ന് പറഞ്ഞത് പ്ലസ് എന്ന് മാത്രം എടുത്താൽ മതി എന്ന് തിരിച്ചടിച്ചു VS അച്യുതാനന്ദൻ. സരിതായാനമടക്കമുള്ള കാര്യങ്ങളെ മുൻനിർത്തി ഒടുവിൽ സരിത പറഞ്ഞത് ഇവിടുത്തെ ക്യാബിനറ്റിനകത്ത് പെൺവാണിഭം നടത്തുന്ന മന്ത്രിമാരുടെ ഒരു സംഘമുണ്ട് എന്ന് പറയുകയും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും VM സുധീരനും അതിനൊന്നും മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് A+ അല്ല തന്നെ കൊടുക്കാം. ഇതൊക്കെ കേട്ട് പൊറുതി മുട്ടിയപ്പോഴാണ് VM സുധീരനും AK ആന്റണിയും പുറത്തേക്ക് കുരച്ച് ചാടിയത്. ചുട്ട മറുപടി ആറാട്ടുമുണ്ടൻ എന്ന മറുപടി തന്നെ കൊടുക്കുകയും ചെയ്തു. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഏതായാലും VS രാഷ്ട്രീയ ജോലി ചെയ്യുന്നതിൽ UDF നിരാശപ്പെടേണ്ട. പിണറായി വിജയൻ്റെ പത്രസമ്മേളനം, പിണറായി വിജയൻ എവിടെ എന്നായിരുന്നു ചോദ്യമെങ്കിൽ പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് തന്നെ രംഗത്ത് വരികയുണ്ടായി. അദ്ദേഹം കോൺഗ്രസ് നേതാക്കളുടെ ആക്ഷേപത്തിന് മറുപടി പറഞ്ഞു. മറ്റു ജോലികൾ ഉള്ളതിനാലാണ് പ്രചാരണത്തിന് ഇറങ്ങാതിരുന്നത് എന്ന് പിണറായി. VS അച്യുതാനന്ദൻ CPMൻ്റെ തലമുതിർന്ന നേതാവാണെന്നും അദ്ദേഹം ചെയ്യേണ്ട രാഷ്ട്രീയ ജോലി ചെയ്യുമ്പോൾ UDF നിരാശപ്പെടേണ്ട കാര്യമില്ലെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. തനിക്ക് മറ്റു ജോലികളുള്ളത് കൊണ്ടാണ് പ്രചരണത്തിന് ഇറങ്ങാത്തത് എന്ന് ഏറ്റവും അധികം സമയം രാപകൽ ആ മണ്ഡലത്തിൽ ചെലവഴിച്ച പിണറായി വിജയൻ പറഞ്ഞു. അരുവിക്കര തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF ഭരണം ഇല്ലാതാകും, UDF ശിഥിലമാകും, സർക്കാരിൻ്റെ കൊള്ളരുതായ്മയ്ക്ക് ജനം മറുപടി നൽകും. പണവും പ്രലോഭനങ്ങളുമായി ജനവിധി അട്ടിമറിക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസ്സംഗത പാലിക്കുകയാണ്. O രാജഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയാണ്. BJP ജയിക്കുമെന്ന് പ്രചരിപ്പിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ നേടുകയാണ് ലക്ഷ്യം. BJP ഒന്നാം സ്ഥാനത്തായാലും കുഴപ്പമില്ല എന്നത് അധമ ചിന്താഗതിയാണ് ഉമ്മൻചാണ്ടിയുടേത്. ഉമ്മൻചാണ്ടിയും മനോരമയും 2ാം സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് BJPക്ക്. അതും മനോരമ എന്ന പത്രത്തിൻ്റെ അടക്കം ഉമ്മൻചാണ്ടിയുടേതുപോലെ തന്നെ അധമ ചിന്താഗതി തന്നെയാണ്. കേരളം അധോലോക സംഘത്തിൻ്റെ ഭരണത്തിലാണ് എന്ന് പിണറായി ആരോപിച്ചു. അഴിമതി നടത്തുകയും തെളിവില്ലാതാക്കുകയുമാണ് മന്ത്രിമാരുടെ പ്രധാന ജോലി എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. VS അച്യുതാനന്ദൻ പറയുന്നത് കാണുക. ഉള്ളത് പറഞ്ഞാൽ കള്ളികൾ ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞതുപോലെയാണ് തൻ്റെ പ്രസ്താവന വന്ന ശേഷം AK ആന്റണിയും VM സുധീരനുമൊക്കെ പ്രതികരിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചടിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ മലയാള മനോരമയും അതുപോലെ തന്നെ സംഘപരിവാര പത്രമായ ജന്മഭൂമിയും ഒരുപോലെ UDFനെയും BJPയെയും അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് പത്രലോകത്ത് കാണാൻ കഴിയുന്ന കൗതുകകരമായൊരു വസ്തുത. ഇനി ആൻ്റണിയുടെ അവസ്ഥ എന്താണ്? പിണറായി വിജയൻ അതും വെറുതെ വിട്ടില്ല. കാണുക. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദയനീയാവസ്ഥയിലായത് കോൺഗ്രസ് നേതാവ് AK ആന്റണിയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ഭരണതലത്തിൽ സർവത്ര അഴിമതിയാണെന്ന് പറഞ്ഞ ആന്റണിക്ക് ഒരാഴ്ചയ്ക്കകം അതേ അഴിമതിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇവിടെ എത്തേണ്ടി വന്നു. ഇതേ ജോലിയാണ് UPA സർക്കാരിൻ്റെ കാലത്ത് ദില്ലിയിലും ആന്റണി നിർവഹിച്ചത്. അവിടെ മൻമോഹൻ സിംഗിനുണ്ടായ അനുഭവം ഇവിടെ ഉമ്മൻചാണ്ടിക്കുണ്ടാകും. രണ്ടിടത്തും ദുരന്തത്തിന് അധ്യക്ഷനാകേണ്ട അവസ്ഥയിലാണ് AK ആന്റണി മാറിയിരിക്കുന്നത് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ AK ആന്റണിയുടെ ഭാഗത്ത് നമുക്കൊന്ന് ആലോചിക്കാം. ഉമ്മൻചാണ്ടിയുടെ സൗജന്യവും സൗമനസ്യവും ഇല്ലെങ്കിൽ രാജ്യസഭ കാണുന്ന അവസ്ഥ പോലും ഈ മഹാനായ നേതാവിന് ഭാവിയിൽ ഉണ്ടാകുമോ എന്ന സന്ദേഹം ഉള്ളതുകൊണ്ടാകാം അവസാനം അദ്ദേഹം തന്നെ ഉമ്മൻചാണ്ടി ഭക്തനായി പരിവർത്തിക്കുന്നത്. കേരള കൗമുദി തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഈ വാർത്ത കൊട്ടിക്കലാശത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും കൗതുകകരം തന്നെയാണ്. കാണുക. അരുവിക്കരയിലെ വോട്ടർമാർ നേതാക്കളുടെ വിധി കുറിക്കപ്പെടുന്ന നേതാക്കളുടെ ചിത്രവും 1ാം പേജിൽ ആദ്യ വാർത്തയിൽ ലീഡ് വാർത്തയിൽ കേരള കൗമുദി തരുന്നു. അതിങ്ങനെ: അരുവിക്കരയിലെ വോട്ടർമാർ നാളെ വോട്ട് ചെയ്യുന്നത് M വിജയകുമാറിനോ KS ശബരിനാഥനോ O രാജഗോപാലിനോ അല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കണമെന്നാണ് അവർ നിശ്ചയിക്കുന്നത്. അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആദ്യം വിജയകുമാർ, 2ാമത് ശബരിനാഥ്, 3ാമത് രാജഗോപാൽ എന്ന നിലയ്ക്കാണ് കേരള കൗമുദി അവതരിപ്പിച്ചിരിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് 8 മാസം മാത്രം അകലെ നിൽക്കുമ്പോഴുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിന് അത്രത്തോളമാണ് രാഷ്ട്രീയ പ്രാധാന്യം. ഈ ഉപതെരഞ്ഞെടുപ്പ് ഇത്രയും തിളച്ചു മറിഞ്ഞതും അതിനാലാണ്. 2 മുന്നണികളുടെയും BJPയുടെയും മാത്രമല്ല പല നേതാക്കളുടെയും രാഷ്ട്രീയ ഭാവിയും
അരുവിക്കരയിൽ നിശ്ചയിക്കപ്പെടും. ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, PC ജോർജ് എന്നിവരെ നേരിട്ട് ബാധിക്കുന്നതാണ് അരുവിക്കരയിലെ ഫലം. UDF ജയിച്ചാൽ ഉമ്മൻചാണ്ടി അനിഷേധ്യ നേതാവാകും. തോറ്റാൽ നേതൃമാറ്റം ഭീഷണിയും വരും. LDF ജയിച്ചാൽ VSൻ്റെ വിജയമാകും അത്. തോറ്റാൽ VSൻ്റെ പരാജയവും. ശബരിനാഥൻ നേരിയ മാർജിനിൽ തോറ്റാൽ ജോർജ് ജയൻ കില്ലറായി മാറുകയും ചെയ്യും. അങ്ങനെ തീരുമാനിക്കപ്പെടുന്നത് മത്സരാർത്ഥികളുടെ അല്ല, നേതാക്കളുടെ വിധിയാണ് എന്ന കൗതുകം ജനിപ്പിക്കുന്ന വാർത്ത അവതരണം ഏതായാലും കേരളകൗമുദി മുന്നോട്ട് വച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ ഇതൊക്കെയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മാറുന്ന മുഖഛായ എങ്ങനെ? അധികാരത്തിൽ വന്ന് ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും തികച്ചും അഴിമതി കഥകളിലേക്കും അതുമാതിരി തന്നെ സ്വജന പക്ഷപാത കഥകളിലേക്കും വഴുതി വീണിരിക്കുന്നു BJPയുടെ കേന്ദ്ര ഭരണം. അതിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ വാർത്ത ഇന്നലെ മലയാള മനോരമ ലീഡ് വാർത്തയാക്കി തന്നിരുന്നു എങ്കിൽ അതിൻ്റെ തുടർ വാർത്തയും ഉചിത ഭംഗിയോടെ മനോരമ ഇന്ന് ലീഡാക്കിയിരിക്കുന്നു. വസുന്ധര രാജേ സിന്ധ്യ രാജസ്ഥാൻ മുഖ്യമന്ത്രി എത്ര നാൾ അക്കസേരയിൽ തുടരും? വസുന്ധര രാജേ സിന്ധ്യ പറഞ്ഞ മുഴുവൻ കള്ളങ്ങളാണ് എന്ന് തെളിയിക്കപ്പെടുകയും ഇട്ട ഒപ്പ് അവരുടേത് തന്നെയാണ് എന്ന് മാലോകർ തിരിച്ചറിയുകയും അതിനുശേഷം അവർ തന്നെ ഞാൻ തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്ന് ഏറ്റുപറയേണ്ട ഗതികേടിലെത്തുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി നരേന്ദ്രമോദിക്ക് ഉരിയാടാൻ മൗനം ഭഞ്ജിക്കാൻ AK ആൻ്റണിക്കുള്ള മടി പോലെ തന്നെയാണ് നരേന്ദ്രമോദിക്കും പമ്മിക്കളിക്കും. ഏതായാലും ആ മൗനം ഭഞ്ജിക്കാൻ എത്ര സമയം? ഒടുവിൽ വസുന്ധര രാജെ വെട്ടിലായി, ഒപ്പം BJPയുടെ കേന്ദ്ര ഭരണവും വെട്ടിലായി. വാർത്ത തോമസ് ഡൊമിനിക് ദില്ലിയിൽ തരുന്നു. ലളിത് മോദി വിവാദത്തിലെ പങ്ക് തെളിവ് സഹിതം വെളിപ്പെട്ടതോടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജയുടെ മുഖ്യമന്ത്രി പദം നൂൽപ്പാലത്തിലായി. വസുന്ധരയെ തുടർന്നും പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ BJP നേതൃത്വത്തിനുമേലും സമ്മർദ്ദം ശക്തമായി. ആദ്യഘട്ടത്തിൽ ലളിത് മോദിക്ക് അനുകൂലമായ അപേക്ഷയിൽ താൻ ഒപ്പുവെച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആൾ പിന്നെ ഒപ്പുവെച്ചോ ഇല്ലയോ എന്ന് ഓർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞ വസുന്ധര രാജെ ഒടുവിൽ ഒപ്പുവെച്ചു എന്ന് സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്ക് BJP നീങ്ങുന്നു. ആ വാർത്തയാണ് ഇതുമായി ബന്ധിപ്പിച്ച് മനോരമ ലീഡ് വാർത്തയാക്കി നമുക്ക് തരുന്നത്. 40ാം വാർഷികം അടിയന്തരാവസ്ഥയുടെ ഇന്നലെ കടന്നു പോകുമ്പോൾ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJP, അതിൻ്റെ നേതാവ് നരേന്ദ്രമോദി, ഇപ്പോൾ പ്രധാനമന്ത്രി, അദ്ദേഹം പറയുന്നത് കാണുക. അടിയന്തരാവസ്ഥയെക്കുറിച്ച് മംഗളം എന്ന പത്രം പൊതുവൃത്താന്തം പേജിൽ ആ വാർത്ത ഇങ്ങനെ തരുന്നു. അടിയന്തരാവസ്ഥ ഇരുണ്ട കാലഘട്ടം. പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒന്നാണ് അടിയന്തരാവസ്ഥ കാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ജനാധിപത്യ സംവിധാനത്തെ ചവിട്ടിത്തേക്കുകയാണ് ചെയ്തത് എന്നും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ 40ാം വാർഷിക ദിനത്തിൽ അദ്ദേഹം പറയുമ്പോൾ LK അദ്വാനി അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ച കാര്യം കൂടി നരേന്ദ്രമോദി ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ പ്രസ്താവം മുന്നോട്ട് വയ്ക്കുന്നതിനൊപ്പം തന്നെ ഒരു ചിത്രം കൂടി തന്നിട്ടുണ്ട്. ആ ചിത്രം ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ചിത്രമാണെങ്കിലും നമുക്കത് പറയാനാകില്ല ആരുടെ ചിത്രമാണ് എന്ന്. നരേന്ദ്രമോദി ശരിക്കും ആൾമാറാട്ടം നടത്തുന്ന ഒരു ചിത്രമാണ്. അദ്ദേഹം വേഷ സംവിധാനങ്ങളിലൂടെ ആൾമാറാട്ടം നടത്തുന്ന ആ ചിത്രം ഇന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തന്നിരിക്കുന്നു. ഒരു സിഖുകാരൻ്റെ വേഷത്തിൽ ഇരിക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദി, ഇന്നത്തെ പ്രധാനമന്ത്രി. നരേന്ദ്രമോദി അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആൾമാറാട്ടം നടത്തി സഞ്ചരിച്ച ചിത്രം ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തരുന്നത് മറ്റൊരു കൗതുകമായിരിക്കുന്നു. അഴിമതിയിൽ കോൺഗ്രസിനെ പോലെ തന്നെ BJP മുന്നിൽ തന്നെ എന്ന് പല കാര്യങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീവ്രവാദ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദു തീവ്രവാദ കാര്യത്തിൽ ഹിന്ദുത്വത്തിൻ്റെ പക്ഷം പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJP എന്ന് വെളിവാക്കപ്പെടുന്നു. എല്ലാ പത്രങ്ങളും തന്ന ഒരു വാർത്ത. ദേശാഭിമാനി, ഇന്ത്യ ലോകം പേരിൽ തന്ന വാർത്ത. മാലേഗാവ് സ്ഫോടനക്കേസ് മൃദു സമീപനം മതിയെന്ന് NIA നിർദ്ദേശിച്ചു. മാറ്റം BJP സർക്കാർ വന്ന ശേഷം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകി. മാലേഗാവ് സ്ഫോടനക്കേസിൽ മൃദു സമീപനം സ്വീകരിച്ചാൽ മതിയെന്ന് BJP സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം NIA തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ രോഹിണി സല്യാൻ. NIAയുടെ അന്വേഷണത്തിലുള്ള 2008 സ്ഫോടനക്കേസിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ സമീപിച്ചത്. കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയ ശേഷം 2014 ജൂൺ 12-നാണ് NIA ഉന്നതൻ സമീപിച്ചത്.
കേസ് നടപടികളിൽ സാവധാനം ഇടപെട്ടാൽ മതിയെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനുശേഷം താൻ കോടതിയിൽ ഹാജരായിട്ടില്ല. തീവ്രവാദം മുസ്ലിങ്ങൾ ചെയ്താൽ മഹാതീവ്രവാദം, ഹിന്ദുക്കൾ ചെയ്താൽ അത് മഹാഗംഭീര പ്രവർത്തനം എന്ന നിലയ്ക്കാണ് BJP കാണുന്നത്. അത് ഈ വാർത്തയിൽ കൂടുതൽ വെളിവാക്കപ്പെടുകയും ചെയ്തു. ശുചിത്വ മിഷൻ, എല്ലാ വീട്ടിലും ശൗചാലയം പണിയണം എന്നെല്ലാമുള്ള പരസ്യം കാണുമ്പോൾ ഒരുപക്ഷെ മലയാളികൾക്ക് ഉള്ളിൽ ചിരി വരും. നാം ഇതെല്ലാം പണ്ടേ ചെയ്തു കഴിഞ്ഞ കാര്യമാണ് 10-40 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ നാം ഇവിടെ പരിഹരിച്ച മറ്റൊരു പ്രശ്നം കൂടി കൊട്ടിഘോഷത്തോടെ കേന്ദ്രഭരണം അവതരിപ്പിക്കുന്നു. മാധ്യമത്തിൻ്റെ ലീഡ് വാർത്ത കാണുക. നഗരങ്ങളിൽ എല്ലാ ദരിദ്രർക്കും വീട്, മാർഗനിർദ്ദേശമായി സ്വപ്ന വീട് 7 വർഷത്തിനകം. സ്വപ്ന വീട് എന്നാണ് പദ്ധതി. 4041 പട്ടണങ്ങളിലാണ് പദ്ധതി. 100 നഗരങ്ങളിൽ 2017 മാർച്ചിന് മുമ്പ് ഇതെല്ലാം നടപ്പാക്കും. നാം 4 നൂറ്റാണ്ടിന് മുമ്പ് നടപ്പാക്കിയ കാര്യങ്ങൾ. ഹസനുൽ ബന്ന ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നഗരങ്ങളിലെ എല്ലാ ദരിദ്ര കുടുംബങ്ങൾക്കും വീട് നൽകുന്ന പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. 7 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നമ്മുടെ തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂള അടക്കം മനോഹരമായ ഫ്ലാറ്റുകളാക്കി മാറ്റിയ കേരള മാതൃക ഇവിടെ വന്ന് വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് പഠിക്കാവുന്നതാണ്. സോളാർ കേസ് മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന ആക്ഷേപം സോളാർ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ദീപിക എന്ന പത്രം ഒന്നാം പുറത്ത് തരുന്നു. സോളാർ കേസ് മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം ശരിയല്ല എന്ന് കമ്മീഷൻ. സോളാർ കേസ് അന്വേഷിക്കുന്ന കമ്മീഷൻ്റെ കണ്ടെത്തലുകളായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് ശരിയായ വാർത്തയല്ല. ജയിൽ റെക്കോർഡ് തിരുത്തി എന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടില്ല എന്നാണ് കമ്മീഷൻ്റെ മേധാവി പറഞ്ഞിരിക്കുന്നത്. അതൊരു വശം. എന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു ഗൗരവതരമായ കാര്യമുണ്ട്. കുഞ്ഞുഞ്ഞിൻ്റെ ഉറക്കം കെടുത്താൻ സാധ്യതയുള്ള ആ കാര്യം ഇങ്ങനെയാണ്. സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ദൃശ്യങ്ങൾ മാഞ്ഞുപോയത് സ്വാഭാവികമായാണോ ബോധപൂർവമായാണോ എന്ന് പരിശോധിക്കാൻ സാങ്കേതിക സംവിധാനമുണ്ട്. ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് കമ്മീഷൻ പറയുമ്പോൾ പടപട ഇടിക്കുന്നുണ്ടാകും ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഹൃദയം. നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുന്നു. അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നു എന്നാണ് പറയേണ്ടത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിർത്തിവെച്ച നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കുമെന്ന് സ്പീക്കർ N. ശക്തൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 22 ദിവസം നീളുന്ന സമ്മേളനം ജൂലൈ 30 അവസാനിക്കും എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. DIG സരിതയെ കണ്ടു എന്ന് DIG തന്നെ സമ്മതിക്കുന്നു. പക്ഷേ അതിന് താൻ അനുമതി നൽകിയിട്ടില്ല എന്ന് ജയിൽ DGPയും പറയുന്നു. കൗതുകരമായ ആ വാർത്ത ദേശാഭിമാനി ഒന്നാം പുറത്ത് വരുമ്പോൾ സരിത വലിയ നയതന്ത്രശാലിയുടെ അന്തരീക്ഷം അല്ലെങ്കിൽ സൗകര്യങ്ങൾ അനുഭവിച്ച ഒരു തടവുകാരിയാണ് എന്ന് വ്യക്തമാകുന്നു. സരിതയെ കണ്ടെന്ന് IG അനുമതി നൽകിയിരുന്നില്ല എന്ന് മുൻ DGP ജെയ്സൺ ഫ്രാൻസിസ്. ആ വാർത്ത ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: സോളാർ കേസിൽ മന്ത്രിമാരെ രക്ഷിക്കാൻ അട്ടക്കുളങ്ങര വനിതാ ജയിൽ കേന്ദ്രീകരിച്ച് നടന്ന അട്ടിമറിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സരിത S. നായർ കത്തെഴുതിയതിന് തലേന്ന് ജയിൽ സന്ദർശിച്ച് അവരെയും ശാലു മേനോനെയും കണ്ടതായി അന്നത്തെ ജയിൽ DIGയും ഇപ്പോൾ IGയുമായ ഗോപകുമാർ സമ്മതിക്കുന്നു. ആ കാഴ്ചയ്ക്ക് ശേഷമാണത്രേ അദ്ദേഹത്തിന് പ്രമോഷൻ ലഭിച്ചത്. ജയിൽ സന്ദർശക ഡയറിയുടെ തിരുത്തിയ പകർപ്പുകളും പുറത്തു വന്നു. നിയമസഹായി ഷാരൂൺ ജയിൽ സൂപ്രണ്ടിൻ്റെ സഹായത്തോടെ മൊബൈൽ ഫോണും ബാഗും സഹിതം ജയിലിനകത്ത് കടന്നിരുന്നത് സംബന്ധിച്ച ഭാഗങ്ങളാണ് തിരുത്തിയത്. പീപ്പിൾസ് TV പുറത്തുവിട്ട ടെലിഫോൺ സംഭാഷണത്തിൽ താൻ ജയിൽ സന്ദർശിച്ചതായും ഇരുവരെയും കണ്ടതായും ഗോപകുമാർ സമ്മതിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായാണ് ജയിലിൽ എത്തിയതെന്നായിരുന്നു ഗോപകുമാർ പറഞ്ഞത്. ജയിൽ DGPയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സന്ദർശനമെന്നും വിശദീകരിച്ചു. എന്നാൽ ഇക്കാര്യം അന്നത്തെ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് നിഷേധിക്കുകയും ചെയ്തു എന്നുകൂടി വാർത്ത വന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ഇന്നത്തെ കാർട്ടൂൺ. വലിയ കൊട്ടും ഘോഷവുമൊക്കെയായാണ് മോദി അധികാരത്തിലേക്ക് കയറിയത് എന്ന് നമുക്കറിയാം. 1 വർഷം കഴിയുന്നു അധികാരത്തിൽ വന്നിട്ട്. വലിയ ആക്ഷേപങ്ങളുടെയും പ്രതിച്ഛായ ഭംഗത്തിൻ്റെയും നടുവിലാണ് സാക്ഷാൽ നരേന്ദ്രമോദി ഇപ്പോൾ എന്ന് ഈ കാർട്ടൂൺ കാണുക. മോദി വെള്ളം കയറുന്നതിൻ്റെ ഊട്ടയടയ്ക്കാനുള്ള വിഫല ശ്രമത്തിലാണ്. താമരയുടെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റിയുടെ മതിലിനാണ് ദ്വാരം വീണിരിക്കുന്നത്. വിഫല ശ്രമം നടത്തുന്ന മോദി കാർട്ടൂൺ സുരേന്ദർ ഇന്ന് ഹിന്ദുവിൽ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം.
പ്രളയപയോധി മഹാപ്രവാഹമാണ്. ബാധിത പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രവാഹവുമാണ്. അങ്ങനെ ആ പ്രദേശം മറ്റൊന്നായിത്തീരുന്ന ഈ ചിത്രം കാണുക. ഇത് ഗുജറാത്തിലെ അമ്രേലി ജില്ലയാണ്. പ്രളയം ഗ്രസിച്ച് കീഴടക്കിയ ജില്ലയുടെ ആകാശ വീക്ഷണം ഡെക്കാൻ ക്രോണിക്കിൾ ഒന്നാം പുറത്ത് ആദ്യ ചിത്രമായി തന്നിരിക്കുന്നു. ഈ പ്രളയ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.